കോഴിക്കോട് താമരശ്ശേരി കോരങ്ങാട് വിദ്യാലയങ്ങൾക്ക് മുന്നിൽ ശുചിമുറി മാലിന്യം തള്ളിയ ടാങ്കർ ലോറി പിടികൂടി. പുതുപ്പാടി പെരുമ്പള്ളി സ്വദേശിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ഈ ലോറി. ജീവനക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാലിന്യം തള്ളിയത് ചോദ്യം ചെയ്ത നാട്ടുകാരെ മർദ്ദിച്ച ശേഷം യുവാക്കൾ ലോറിയുമായി കടന്നുകളയുകയായിരുന്നു. സമീർ സി മുഹമ്മദ് ഉണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന്. സമീർ, വിവരങ്ങൾ. ഉന്മേഷ്, താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ തന്നെ അയ്യച്ചാടി കോളേജ്, കോരങ്ങാട് ഗവൺമെന്റ് LP സ്കൂൾ എന്നിവയുടെ മുന്നിലാണ് വലിയ രീതിയിൽ മാലിന്യം ഒഴുക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഇടപെടുകയും പിന്നീട് നാട്ടുകാരെ മർദ്ദിച്ച ശേഷം ഈ സംഘം ഈ വാഹനവുമായി കടന്നു കളയുകയുമായിരുന്നു. ഇതിനോടൊപ്പം തന്നെ അവിടെ നാട്ടുകാർ ഫോട്ടോ എടുത്തിരുന്നു. ഈ ലോറിയുടെ നമ്പറും അതുപോലെ ലോറിയിൽ ഒരു മൊബൈൽ ഫോൺ നമ്പറും ഉണ്ടായിരുന്നു. അത് സഹിതമാണ് നാട്ടുകാർ പരാതി നൽകിയത്. ആ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഈ വാഹനം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസമാണ് ഈ LP സ്കൂളിലെ 2 കുട്ടികൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെടുകയും ഒരാൾ മരിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ ആശങ്കപ്പെടുന്ന ഒരു വേളയിൽ കൂടിയാണ് ഈ ശുചിമുറി മാലിന്യം സ്കൂളുകളുടെ പരിസരത്ത് കൊണ്ടുവന്ന് തള്ളിയിരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വാഹനം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജീവനക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉടൻ തന്നെ ഈ ഉടമയ്ക്കും അതുപോലെ തന്നെ ഇതിന്റെ ജീവനക്കാർക്കുമെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസ് അറിയിക്കുന്നത്. ഉന്മേഷ്. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.